എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ചിരി വരുന്നൊരു എപ്പിസോഡാണ്. അതായത് നമ്മുടെ മാർക്കോ ആണെങ്കിൽ പ്രതാപനെയും വാമദേവനെയും കൂടെ പഞ്ഞി കിട്ടിയിട്ടുണ്ട്. കൊട്ടേഷൻ ഏൽപ്പിച്ചായിരുന്നല്ലോ. അപ്പൊ പ്രതാപനാണെങ്കിൽ സന്തോഷത്തില് വെള്ളമൊക്കെ അടിച്ച് ജീപ്പും കൊണ്ട് വീടിന്റെ ഫ്രണ്ടിൽ ചെന്നതേ ഉള്ളൂ. അപ്പൊ തന്നെ മാർക്കോ കുരുക്കിട്ട് പിടിച്ചു. ഫേസിൽ തുണിയിട്ട് മറച്ചിട്ട് ഇഷ്ടം പോലെ ഇടി കൊടുക്കുവാണ്. ഇടി കൊടുത്തിട്ട് വാമദേവനെ വിളിക്കുവാണ്. വിളിച്ചിട്ട് പറയുന്നുണ്ട് പ്രതാപൻ സാർ കാണണമെന്ന് പറഞ്ഞു. കണ്ണൻ മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പം സാറിന്റെ ഫോണിൽ നിന്ന് വിളിക്കണ്ട, അതുകൊണ്ടാണ് എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചതെന്ന് പറയുവാണ്. അപ്പൊ വാമദേവനാണെങ്കിൽ അതിന് സന്തോഷത്തോടുകൂടി ഞാൻ വരാമെന്നും പറഞ്ഞിട്ട് കണ്ണന്റെ കാര്യം തീർന്നെന്നും പറഞ്ഞ് വാമദേവൻ വരുവാണ്. വാമദേവനിട്ട് ഇഷ്ടം പോലെ ഇടി കൊടുക്കുവാണ്. കമ്പാരിറ്റീവ്ലി വാമദേവന് കുറവാണ്. കാര്യം ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ആരെങ്കിലും വേണ്ടേ ഡ്രൈവ് ചെയ്യാൻ. അതുകൊണ്ട് പ്രതാപനാണ് കണക്കിന് കിട്ടിയേക്കുന്നത്. സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാണ്. രാവിലെ പ്രതാപനാണെങ്കിൽ മോളെ പോയി കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉണ്ണിയെ കുറച്ച് ആക്കുന്നുണ്ട്. നീ പറഞ്ഞതെല്ലാം ഭയങ്കര തള്ളായി പോയല്ലോടെ, നീ ഇത്ര തള്ളൊന്നും തള്ളല്, എല്ലാം നിന്റെ ചേട്ടൻ അങ്ങനെയാണ്, എല്ലാ സ്വത്തിനും നിനക്കും പങ്കുണ്ട് എല്ലാം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നുമില്ല. എന്റെ മോളുടെ ജീവിതത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യുമെന്നാ പറഞ്ഞത്. കരുണ പറയുവാണ്, ഇത്രയ്ക്കും മകളെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ ഈ ലോകത്തില്ല, അതാണ് എൻ്റെ അച്ഛൻ, എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയുവാണ്. പക്ഷെ ഇവർക്കെല്ലാം ഒരു ഡൗട്ട് ഉണ്ട്, എല്ലാം ഫ്ലോപ്പായി പോകുന്നുണ്ട്, ഇതും അത്ര സക്സസ് ആവുമെന്ന് ആരും വിചാരിക്കുന്നില്ല. അങ്ങനെ മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പ്രതാപൻ പോകുന്നത്. പ്രതാപനെ കാണാത്തത് കൊണ്ട് നമ്മുടെ മുത്തശ്ശിയോട് മോഹിനി പോയി പറയുന്നുണ്ട് പ്രതാപേട്ടൻ ഇതുവരെ വന്നിട്ടില്ല എന്ന്. എന്നിട്ടാണെങ്കിൽ ഇത് നേരെ മാർക്കോ ചെയ്തിട്ട് മാർക്കോ വിളിച്ചിട്ട് മഹാലക്ഷ്മിയോട് പറയുവാണ്. അൺനോൺ നമ്പറിൽ വിളിച്ചിട്ട് രാത്രിയിൽ ഇവർ എടുക്കുമ്പം പറയുവാണ്, ഞാൻ ആരാന്ന് മനസ്സിലായോ, ഒരജ്ഞാതനാണ്, അന്ന് രക്ഷിച്ചില്ല, അയാളാന്ന് പറയുക. അപ്പൊ മഹാലക്ഷ്മി പറഞ്ഞു, അയ്യോ അന്ന് പറന്ന് പറയണേ, അമ്മാവനും അല്ല പ്രതാപനും നിങ്ങളുടെ രണ്ടാനച്ഛനും വാനരൻ എന്ന് പറഞ്ഞൊരു അമ്മാവനില്ലേ, അപ്പൊ വാനരനല്ല വാമദേവനാന്ന് പറയുക. രണ്ടാളും ഇപ്പൊ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. രണ്ടാനച്ഛന് ശരിക്കും പൂശിയിട്ടുണ്ട്. അമ്മാവൻ അത്രയില്ല, എന്നാലും കുറച്ച് ദിവസത്തേക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മിക്കവാറും ഇത് കേസായാൽ ഞാൻ ജയിലിൽ പോവും. അതുകൊണ്ട് കണ്ണൻ സാറ് വക്കീലായതുകൊണ്ട് എന്നെ ഇറക്കാൻ പറയണമെന്ന് പറയുവാണ്. മഹാലക്ഷ്മി ആണെങ്കിൽ ഇതെല്ലാം കൂടെ കിട്ടിട്ട് നിങ്ങൾ എവിടുന്ന് ആരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോ അങ്ങ് അതൊക്കെ പിന്നീട് പറയാന്ന് പറഞ്ഞ് ഫോൺ വെക്കുക. അങ്ങനെ മഹാലക്ഷ്മി കണ്ണനോട് പറയുവാണ്, ഇന്നയാളാ വിളിച്ചത്, ഇങ്ങനെ അമ്മാവനും അച്ഛനും രണ്ടാനച്ഛനും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നാ പറയുന്നതെന്ന്. അപ്പൊ കണ്ണൻ ചിരിക്കുന്നൊന്നുമില്ല. കണ്ണൻ പറയുവാണ്, അയാൾ അങ്ങനെ വെറുതെ ചെയ്യത്തില്ല, ഇവന്മാർ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ച് കാണും. അപ്പൊ മാർക്കോ പറയുന്നുണ്ട്, എന്തിനാ ചെയ്തതെന്ന് മഹാലക്ഷ്മി ചോദിക്കുക. അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയാ, അത്ര ഇപ്പൊ അറിഞ്ഞാൽ മതി എന്ന് പറയുവാണ്. അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോട് കാര്യങ്ങളൊക്കെ പറയുവാണ്. ഇങ്ങനെ പറഞ്ഞു, പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയേക്കുവാണ്, പുള്ളിയെ പോലീസ് പിടിക്കുവാണെങ്കിൽ ഇറക്കണമെന്ന് പറയുന്നുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് മാർക്കോ ഒരു കാര്യം പറയുന്നുണ്ട്, കേസാകുവാണെങ്കിൽ ഞാൻ ആരാ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ മിക്കവാറും കണ്ണൻ ഇത് കേസാക്കുവാണെങ്കിൽ ആളെ ഇറക്കാൻ പോകുമ്പോൾ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അതുകൊണ്ട് മിക്കവാറും ഇത് കേസാവുന്ന ലക്ഷണമുണ്ട്. അങ്ങനെ മിക്കവാറും മാർക്കോ ഇവരുടെ ലൈഫിലേക്ക് വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. പ്രമോ എന്നും പറഞ്ഞിട്ടില്ല, ഇനിയിപ്പോ നാളെ ഇല്ലല്ലോ സീരിയല്. അതുകൊണ്ട് പ്രമോയൊക്കെ നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ വരത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണ്. അപ്പം ഇവർക്കൊരു ഡൗട്ടുണ്ട്, ഈ രണ്ടുപേരും ഒരാളാണെന്ന്, അതായത് മാർക്കോയും മഹാലക്ഷ്മിയെ രക്ഷിച്ച ആളും ഒരാളാണെന്ന് ഡൗട്ടുണ്ട്. എന്നിട്ട് ഇവരൊരു ഇതിനകത്ത് എത്തിയേക്കുവാണ്. അതായത് നമ്മുടെ അമ്പലത്തിൽ കാണുന്ന അമ്മ മിക്കവാറും പറഞ്ഞു വിട്ട ആളായിരിക്കും ഇത്, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, എനിക്ക് കാലിൽ നിന്നും വയ്യാത്ത ആളല്ലേ ഒരാള് ശത്രു ആക്രമിക്കാൻ വന്നാൽ എനിക്ക് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ദൈവം അറിഞ്ഞുകൊണ്ട് വിട്ടതായിരിക്കും നമുക്ക് വേണ്ടി എന്ന് പറയുക. അപ്പൊ നമ്മുടെ ജീവൻ രക്ഷിച്ച ആളാണ്, തന്റെ ജീവൻ ആദ്യമേ രക്ഷിച്ചു, പിന്നെ എന്റെ രക്ഷിച്ചു, അതുകൊണ്ട് നമുക്ക് അയാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് പറയുവാണ്. അപ്പൊ അടുത്ത എപ്പിസോഡിനകത്ത് മിക്കവാറും കാണിക്കുന്നത് ഒരു ഊഹമാണ്, മിക്കവാറും എല്ലാം ഹോസ്പിറ്റലിലായിരിക്കും. അപ്പൊ ഇത് കേസാകുവാണെങ്കിൽ മാർക്കോയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവരറിയും. മാർക്കോ പിന്നെ ഇവരൊരു പാട്ടാകുമെന്നാണ് ഊഹിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഇത്രയുള്ള റിവ്യൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്